ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ ആരെയെങ്കിലും കുറിച്ച് കള്ളം പറയണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ജിൻഡോ വന്നിട്ട് ഒരു അതിമാരകമായ ഒരു ഗെയിം കളിക്കുകയാണ്. അതായത് ജിൻഡോ വന്ന് പറയുകയാണ്, ഈ ബിഗ് ബോസ് വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റസ്മിനാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ റസ്മിൻ്റെ ഒരു ബാത്റൂമിൽ വെച്ചിട്ട് റസ്മിൻ വെച്ചിരുന്ന ഒരു കത്ത് കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീതുവും അർജുനും തമ്മിലുള്ള ആ കോംബോ പുറത്ത് വൻ ഹിറ്റാണ്. എന്നാൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ, ആ ഒരു ലവ് ട്രാക്ക് വൻ പരാജയമാണ് എന്നുള്ളതാണ് ആ ഒരു കത്തിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു മാരകമായ ഗെയിമാണ് നമ്മുടെ ജിൻഡോ കളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ജിൻഡോ പറഞ്ഞത് സത്യമാണോ, അങ്ങനെ ഒരു കത്ത് ജിൻഡോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രേക്ഷകർ സംശയിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ജിൻഡോയ്ക്ക് പുറത്തുള്ള ഇത്രയും കൃത്യമായ കാര്യം, ഈ ഒരു ലവ് ട്രാക്ക്, 2 ലവ് ട്രാക്കും ഇത്രയധികം, ഒന്ന് ഹിറ്റാണ് ഒന്ന് അതിപരാജയമാണ് എന്നുള്ളത് ജിൻഡോയ്ക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുമാത്രമല്ല, ജിൻഡോ എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഒരു കണ്ണിങ് മൈൻഡുള്ള ഒരു അത്തരത്തിലൊരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഗസ് ചെയ്തു ആവാം. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഉള്ള ജിൻഡോയുടെ മുഖത്തുള്ള എക്സ്പ്രഷനും അതുപോലെ റസ്മിൻ്റെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷനും, അത് സത്യത്തിൽ ലൈവ് കണ്ടവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും അത് അത്രയും കൃത്യമായിരുന്നു, സത്യത്തിലുള്ളൊരു കത്താണ് അത് എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഒരു റസ്മിൻ പനി എന്ന് പറഞ്ഞിട്ട് ഷോയിൽ നിന്നും പുറത്ത് പോയതിന് ശേഷം അന്ന് ഹോസ്പിറ്റലിലേക്ക് പോയില്ല, ആ ഒരു സമയത്ത് ഇനി കത്തുമായിട്ടാണോ ഷോയിലേക്ക് തിരിച്ചു വന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ പുറത്ത് വന്നത് എന്നുള്ളതാണ് സത്യത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ സംശയിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ റസ്മിൻ എല്ലാ കാര്യങ്ങളും ശ്രീധുവിനോടും അർജുനോടും പറഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ജാസ്മിനോടും ഗബ്രിയോടും പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇപ്പോൾ മുൻപുള്ള അത്രത്തോളം ആദ്യമുണ്ടായിരുന്ന അത്ര ഒരു ഇൻറ്റിമസി ഇല്ല. അവർ തമ്മിൽ ഇപ്പോൾ ഒരു അകലം പാലിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഇനിയിപ്പോൾ റസ്മിൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് പോലും ഇപ്പോൾ പ്രേക്ഷകർ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അർജുനും ശ്രീതും രണ്ടുപേരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നതായിട്ടാണ് നമുക്ക് ലൈവിലൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജിൻഡോ ഇത് മനസ്സിലാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് മാത്രം പറയാം, ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇതുപോലൊരു ബോംബ് പൊട്ടിക്കാനുള്ള ജിൻഡോയുടെ ആ ഒരു ഗെയിം പ്ലാൻ, അല്ലെങ്കിൽ ജിൻഡോയുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് അതിനെന്തായാലും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ജിൻഡോ മണ്ടൻ എന്നും മരമണ്ടൻ എന്നൊക്കെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളും മുദ്ര കുത്തിയപ്പോഴും പ്രേക്ഷകർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് എന്നുള്ളത്, നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് എന്നുള്ളത്. എന്തായാലും ജിൻഡോയുടെ ആ ഒരു ഗെയിം അപാരം തന്നെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. സോ പ്രേക്ഷകർക്ക് എന്താണ് അത് കണ്ടിട്ട് തോന്നിയത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചിന്തിക്കും.